ഹലോ, നിദ്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ സീരിയൽ, സിനിമ, മറ്റ് TV ഷോകളുടെ റിവ്യൂസാണ് ഞാൻ പറയുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കാറ്റത്തെ കിളിക്കൂട്. ഏഷ്യാനെറ്റിലെ കാറ്റത്തെ കിളിക്കൂട് എന്ന സീരിയലിലെ സുഭാഷ് ഏട്ടനും സുധീഷും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ നമ്മളെ നിധി മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടോ. സുധീഷ് ഇപ്പോൾ ഒരുപാട് നുണകൾ പറഞ്ഞ് നമ്മളെ നിധിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം കുറേ കള്ളങ്ങൾ പറഞ്ഞു, അതിൽ പിടിച്ചു നിൽക്കാൻ വീണ്ടും കള്ളങ്ങൾ പറഞ്ഞു. അങ്ങനെ നുണകളുടെ ഒരു കൊട്ടാരം തന്നെ നമ്മുടെ സുധീഷ് പണിതു തീർത്തിട്ടുണ്ട്. സുധീഷ് നിധിയെ മാത്രമല്ല, സാഹചര്യത്തിനൊത്ത് സുധീഷ് ആരെ വേണമെങ്കിലും പറ്റിക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെയാണ് സുനന്ദയ്ക്ക് ഒരു നൈറ്റി എടുത്തു കൊടുത്തു. ഒരു നൈറ്റി വാങ്ങിച്ചത് വെറുതെ ആവണ്ടെന്ന് വെച്ച് സുഭാഷ് ഏട്ടൻ വാങ്ങിയതാണ് എന്ന് കള്ളവും പറഞ്ഞ് സുനന്ദയ്ക്ക് ആ നൈറ്റി എടുത്തു കൊടുത്തു. സുനന്ദ പാവം ഒരു നിഷ്കളങ്കമായ പെൺകുട്ടി ആയതുകൊണ്ട് അതിൽ സന്തോഷിച്ച് സുഭാഷ് ഏട്ടൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിയതാണെന്നും പറഞ്ഞ് ആ നൈറ്റി ഇട്ട് സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് വന്ന് കാണിക്കുന്നുണ്ട്. മാത്രമല്ല, നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുമുണ്ട്. സുനന്ദയ്ക്ക് സന്തോഷമായെങ്കിലും എല്ലാവരും ചേർന്ന് ആ നിഷ്കളങ്ക മനസ്സിനെ പറ്റിക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. എങ്കിലും സുധീഷ് ഇത്രയും നുണകൾ പറഞ്ഞ് ഒരാളെ പറ്റിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് ഇത്രമാത്രം നുണകൾ പറയാൻ കഴിയുമോ? അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കഥയിലെ നായകൻ ഇപ്പോഴും സുധീഷ് ഏട്ടൻ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. സുധീഷ് ആദ്യം നിധിയെ വലിയ രീതിയിൽ സന്തോഷിപ്പിച്ച ഒരു ഇന്റർവ്യൂ നാടകം നടത്തുന്നുണ്ട്. അത് പിന്നീട് പൊളിയുകയും നിധിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ അവൾ ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നിധി വീട്ടിൽ പോയിട്ട് നികേഷിനോട് ചോദിക്കുന്നുണ്ട്, എല്ലാവരും എന്താ ഈ വീടിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു? ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ നല്ല കുടിയായിരുന്നു. അമ്മയെ കൊന്നത് അച്ഛനാണെന്ന് പോലീസുകാരും നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ പറയുന്നുണ്ട്. ശരിയാണോ എന്നറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും സുധീഷേട്ടൻ തന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് അവൾ പറയുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് പറയാത്തതാവുമെന്ന് നികേഷ് പറയുന്നു. അമ്മയെ കൊന്ന കുറ്റത്തിന് അച്ഛൻ ജയിലിൽ പോയി. അച്ഛൻ ജയിലിൽ നിന്ന് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. കല്യാണം കഴിച്ചതാണോ എന്താണെന്നൊന്നും അറിയില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരും പോയി. ഇതൊക്കെയാണ് ചേച്ചി ഈ വീടിന്റെ അവസ്ഥ എന്ന് നികേഷ് നിധിയോട് പറയുന്നുണ്ട്. അതിനിടയിൽ സുഭാഷ് ഏട്ടൻ വരുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ നിധിയെ തൻ്റെ സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആഹാ, ഇതാണോ ഏട്ടൻ്റെ സൈറ്റ് എന്നൊക്കെ നിധി സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, മോളെ, എനിക്ക് കള്ളം പറയുന്നത് ഇഷ്ടമല്ല. കള്ളം പറഞ്ഞതിൽ നാടകത്തിൽ അഭിനയിക്കുന്നതും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊരു സത്യം പറയാൻ പോവാണ്. ഞാനൊരു മേസ്ത്രിയാണ്, സാധാരണ മേസ്ത്രി. സുധീഷ് പറഞ്ഞതുപോലെ ഞാനൊരു ആർക്കിടെക്റ്റോ സൂപ്പർവൈസറോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ മോൾക്ക് ചെയ്യാൻ പറ്റിയ ജോലിയുടെ ഓഫീസൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ കേട്ടിട്ട് നിധി ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് നിധിക്ക് സുധീഷ് തന്നോട് ഇത്രയും വലിയ നുണകൾ പറഞ്ഞു എന്നുള്ള ചിന്താഗതിയല്ല ഉണ്ടായത്. മറിച്ച് താൻ പറ്റിക്കപ്പെടുന്നതിൽ സുഭാഷ് ഏട്ടന് വളരെയധികം വിഷമമുണ്ട്. സുഭാഷ് ഏട്ടന് ഇപ്പോഴെങ്കിലും തന്നോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയാൻ പറ്റിയല്ലോ എന്നോർത്ത് അവൾക്ക് സുഭാഷ് ഏട്ടനോട് ഒരു ബഹുമാനം തോന്നുകയാണ് ചെയ്തത്. ഇതെല്ലാം കേട്ട് ഷോക്കായി നിന്ന നിധി സുധീഷ് തന്നോട് പറഞ്ഞ കള്ളങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. അവൾ നേരെ പോകുന്നത് വീട്ടിലേക്കല്ല, റോഡ് സൈഡിലെ ഒരു മരച്ചോട്ടിലിരുന്ന് അവൾ എന്തൊക്കെയോ ഇരുന്ന് ആലോചിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത എപ്പിസോഡിൽ സുധീഷ് വിവരങ്ങളൊക്കെ അറിയുന്നു. കള്ളങ്ങളൊക്കെ പൊളിയുന്നു. നിധിയെ കാണാതാവുന്നു. നിധിയെ തിരഞ്ഞ് സുധീഷ് പോകുന്നു. ഈ കള്ളങ്ങളൊക്കെ പൊളിച്ചത് സുഭാഷ് ഏട്ടനാണെന്ന് മനസ്സിലാക്കി സുധീഷ് സുഭാഷ് ഏട്ടന്റെ മുഖത്തടിക്കുന്നുണ്ട്. ബാക്കി കഥയും വിശേഷങ്ങളും ഒക്കെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.